ഇന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ വസ്ത്ര വിപണന ബ്രാൻഡായ ജയലക്ഷ്മി സിൽക്സിന്റെ ആറാമത്തെയും കൊച്ചിയിലെ രണ്ടാമത്തെയും ഷോറൂം പാലാരിവട്ടം ബൈപ്പാസിൽ ഫെബ്രുവരി 22 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാരമ്പര്യത്തിന്റെയും ഉപഭോക്തൃ വിശ്വാസത്തിന്റെയും 77 വർഷങ്ങൾ പിന്നിട്ടാണ് പ്രതിബദ്ധതയുടെ പുതിയ ഘട്ടത്തിലേക്ക് ജയലക്ഷ്മി പ്രവേശിക്കുന്നത്. വിവാഹ വസ്ത്രങ്ങളും ഉത്സവകാല വസ്ത്രങ്ങളും ലഭ്യമായ വിപുലമായ ഷോറൂമിൽ കേരളത്തിന്റെ സമ്പന്നമായ പാരമ്പര്യവും മനോഹാരിതയും മികവുറ്റ ശില്പ നൈപുണ്യവും ഒന്നിച്ചു ചേരുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ത്യൻ നെയ്ത്തുകലയുടെ മനോഹാരിത സംഗമിക്കുന്ന ഈ ഷോറൂമിൽ പരമ്പരാഗതവും ആധുനികവുമായ വസ്ത്രവൈവിധ്യത്തിന്റെ ഉജ്ജ്വല ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഉപഭോക്താക്കൾക്കും ഫാഷൻ ആസ്വാദകർക്കും സാരി പ്രേമികൾക്കും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമായി പുതിയ ജയലക്ഷ്മി. സാരികൾ മാത്രമല്ല, പുരുഷന്മാരുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാകും. കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സമ്പൂർണ്ണ ഷോപ്പിംഗ് അനുഭവം നൽകുകയാണ് ലക്ഷ്യം. 1985 മുതൽ ജയലക്ഷ്മി സിൽക്സ് സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് എത്തുകയും അവരെ ശക്തിപ്പെടുത്തുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. ജീവനക്കാരിൽ 80% സ്ത്രീകളായതിനാൽ അത്യന്തം അഭിമാനമുണ്ടെന്നും പുതിയ ഷോറൂം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും സമൂഹ ഉന്നമനത്തിൽ സംഭാവന നൽകിയും മുന്നേറുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ജയലക്ഷ്മി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ എൻ ഗോവിന്ദൻ പറഞ്ഞു. 1947 1947 അച്ഛനായിട്ട് നരസിംഹമ്പത്ത് അച്ഛനായിട്ട് തുടങ്ങി ഒരു 1975 നിർബന്ധ ജോയിൻ ചെയ്തു. 77 78 ഞാൻ ജോയിൻ ചെയ്തു. 80s എൻ്റെ ബ്രദർ സതീഷ് ജോയിൻ ചെയ്തു. ഇതാണ് ഒരു അതിനിടയ്ക്ക് 79 അച്ഛൻ മരണപ്പെട്ടു. 82 നമ്മൾ ആദ്യമായിട്ട് മാറുന്നത്. ദാറ്റ് മീൻസ് 47 മുതൽ 82 വരെ നമ്മുടെ ഷോപ്പ് വെറും 150 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. 150 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു. ബ്രോഡ്വേയിൽ ക്ലോത്ത് ബസാർ റോഡിലായിരുന്നു. പഴയ ട്രഡീഷണൽ സ്റ്റൈലിൽ താഴെ ഇരുന്ന് പുൽപ്പാലിരുന്ന് സാരി കാണിക്കുന്നു, സാരി വിൽക്കുന്നു. ഉള്ളി സാരീസായിരുന്നു മെയിനായിട്ട്. അന്നും സാരി ആയിരുന്നു. അച്ഛൻ പിന്നെ ബ്രദർ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ 82 നമ്മൾ MG റോഡിൽ വരുന്നത്. അത് 1000 സ്ക്വയർ ഫീറ്റ് തുടങ്ങുന്നു. അതും വലിയ ഷോപ്പൊന്നുമല്ല, എന്നാലും 150 1000 സ്ക്വയർ ഫീറ്റ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ചേഞ്ച് വരാൻ മാറ്റം. അതിനുശേഷം വിത്തിൻ 3 ഇയേഴ്സ് നമ്മൾ 85 അതിനടുത്ത ബിൽഡിങ്ങിൽ തന്നെ 3500 സ്ക്വയർ ഫീറ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം 93 അതിന് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിനായിരുന്നു. സെക്കൻഡ് ഫ്ലോർ കൂടി നമ്മൾ തുടങ്ങുന്നു. ഇതിൽ എടുത്ത് പറയാവുന്ന ഒരു കാര്യങ്ങളിൽ 85 നമ്മൾ ആദ്യമായിട്ട് 85 ആദ്യമായിട്ട് ലേഡീസ് സ്റ്റാഫ് സെയിൽസ് സെക്ഷനിൽ ആദ്യമായിട്ട് ലേഡീസ് സ്റ്റാഫിനെ കേരളത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. ജയലക്ഷ്മിയാണ്. സ്ത്രീകളെ വെച്ച് ബിസിനസ് ചെയ്യുന്നു, കളിയാക്കിയ ധാരാളം ആൾക്കാരുണ്ട്. ഇതെങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ വിജയിക്കുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും പറയണത് സ്ത്രീ ശക്തിയാണ്. ഇപ്പം നമ്മൾ അതിനുശേഷമാണ് 97 നമ്മൾ ഏറ്റവും മേജറായിട്ടുള്ള മൈൽ സ്റ്റോൺ, ഏറ്റവും വലിയ ചേഞ്ച് 97 വരുന്നത്. നമ്മുടെ സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽഡിംഗ് പണിതു. ഇത് ഏകദേശം 40,000 സ്ക്വയർ ഫീറ്റ് ആ ഷോപ്പ് ഉണ്ടായിരുന്നു. പുതിയ ഷോറൂം ഗുണമേന്മയുടെയും വൈവിധ്യത്തിന്റെയും ഉപഭോക്തൃ സംതൃപ്തിയുടെയും പ്രതീകമാണ്. വിജയകരമായ പാരമ്പര്യം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 450ഓളം ജീവനക്കാരുമായി പുതിയ ഷോറൂം ജയലക്ഷ്മി സിൽക്സിന്റെ കോർപ്പറേറ്റ് ഓഫീസുമാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയിൽ സംഭാവന നൽകുകയും ഇന്ത്യൻ വസ്ത്ര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ സമ്പന്നമായ നെയ്ത്ത് പാരമ്പര്യം ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുക എന്നതും ജയലക്ഷ്മിയുടെ ലക്ഷ്യമാണ്. കൊച്ചി, തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, മംഗളൂരു എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന ജയലക്ഷ്മിയുടെ ഷോറൂമുകൾ ഇന്ത്യൻ റീറ്റെയിൽ വസ്ത്ര വ്യവസായത്തിൽ മഹത്തായ സാന്നിധ്യമാണെന്നും ആറാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും പൈതൃകവും ജയലക്ഷ്മി ഉയർത്തിപ്പിടിക്കുകയാണെന്നും വർഷങ്ങളായി തങ്ങളെ പിന്തുണച്ച എല്ലാ ഉപഭോക്താക്കൾക്കും നന്ദി അർപ്പിക്കുന്നതായും മാനേജിംഗ് ഡയറക്ടർ എൻ ഗോവിന്ദൻ പറഞ്ഞു. ജയലക്ഷ്മി സിൽക്സ് പ്രതിനിധീകരിക്കുന്ന ചാരുത, പാരമ്പര്യം, വൈവിധ്യം എന്നിവ അനുഭവിക്കുവാൻ ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഗോവിന്ദ് കാമത്ത്, ഡയറക്ടർമാരായ നാരായണ കാമത്ത്, സതീഷ് കാമത്ത്, സുജിത് കാമത്ത്, അഭിഷേക് ഉല്ലാസ് കാമത്ത്, ചീഫ് ഓപ്പറേറ്റിംഗ് എക്സിക്യൂട്ടീവ് ജയ്ദീപ് ഷെട്ടി എന്നിവർ പറഞ്ഞു. ബിസിനസ് ഡെസ്ക്, ചാനൽ 91.